ചെന്താമര രണ്ടാം വിചാരണയിലേക്ക്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കി. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചെന്താമരയെ ഹാജരാക്കിയത്. ആയിഷത്തുൽ ഷംന പാലക്കാട് ചെയ്യുന്നു. ഷംന, ഈ പറഞ്ഞ സജിത കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് വിധിച്ചതിന് പിന്നാലെ ഇതാ രണ്ടാം കേസിൽ ഇരട്ടക്കൊലക്കേസിലും വിചാരണ തുടങ്ങുന്നു. എന്താണ് ചെന്താമര കോടതിയിൽ നിന്ന് പറഞ്ഞത്? സുഹൈൽ, പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഒരു കൂസലും ഇല്ലാതെ തന്നെയാണ് ചെന്താമര ഇന്നും കോടതിയിൽ എത്തിയത്. അതായത് ഈ സജിത വധക്കേസ് 2019 സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുപാട് നാള് വൈകിയിരുന്നു. ഇതേ തുടർന്ന് വിചാരണ നീണ്ടുപോയി. ഇതൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത്. ഇതേ തുടർന്നാണ് ഇരട്ട കൊലപാതകത്തിൽ ഈ വിചാരണ നടപടികൾ, കുറ്റപത്രം സമർപ്പിക്കൽ ഉൾപ്പെടെ വേഗത്തിലാക്കുന്നത്. 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഈ ചെന്താമര വീട്ടിൽ കൊലപ്പെടുത്തുന്നത്. അത് ആദ്യം സുധാകരനെ വഴിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നു. നിലവിളി കേട്ടെത്തിയ ഈ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് നെല്ലിയാമ്പതി മേഖലയിലേക്ക് ഈ ചെന്താമര ഒളിവിലായി പോകുന്നത്. അതിനുശേഷം പിന്നെ വിശപ്പ് സഹിക്കാതെ തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് പോലീസ് പിടിയിലാകുന്നതുമൊക്കെ. ഇതോടുകൂടി തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് ഈ വിചാരണ നടപടികൾക്കായുള്ള കാര്യങ്ങൾ തുടങ്ങിയിരുന്നു. കേസിൽ ഇതുവരെ ഈ ലാബ് റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഇതുൾപ്പെടെ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ സാക്ഷിമൊഴികൾ, അതായത് സജിത കൊലക്കേസിലടക്കം മൊഴി നൽകിയ സാക്ഷികൾ തന്നെയാണ് ഈ ഇരട്ട കൊലപാതകത്തിലും സാക്ഷികളായിട്ടുള്ളത്. ഇവരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ ഇതോടുകൂടി കഴിയുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഒരു ആഗ്രഹം. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.